മോൾ കോൺസെപ്റ്റിൻ്റെ നമ്മൾക്ക് ലാസ്റ്റ് ക്ലാസ് പഠിച്ചതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ് ആണ് പറയുന്നത്. അപ്പോൾ അതിൽ കുറേ റിലേഷൻസ് ഞാൻ ബൈ ഹാർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. നമ്മളെങ്ങനെയാണ് ഒരു ആറ്റത്തിൻ്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മളെന്താ ചെയ്യേണ്ടത്? അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റത്തിൻ്റെ മാസ് നമുക്കറിയാം അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ അറ്റോമിക് മാസ്. അപ്പോൾ നമ്മൾ ആ മാസിനെ ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ ചെയ്താൽ നമുക്ക് ഒരു ആറ്റത്തിൻ്റെ മാസ് കണ്ടുപിടിക്കാം. ഒരു മോളിക്യൂളിൻ്റെ മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മോളിക്യൂളിൻ്റെ മോളിക്കുലാർ മാസ് എടുക്കുക, അതിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കണ്ടുപിടിക്കാം അല്ലേ. നമ്പർ ഓഫ് മോൾസ് ആദ്യം കണ്ടുപിടിച്ചാൽ മതി, അതിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. അപ്പോൾ നമ്മൾ W എന്നുള്ള ലെറ്റർ കൊണ്ടാണ് മാസിനെ കാണിച്ചത്, ക്യാപിറ്റൽ M കൊണ്ടാണ് നമ്മൾ മോളാർ മാസിനെ കാണിച്ചത്. അപ്പം W/M ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് കിട്ടി ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഓക്കെ, സോ W/M ഇൻറ്റു NA. അടുത്തത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ V ലിറ്റർ, വോളിയം തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കുക? 22.4 ലിറ്റർ ആണെങ്കിൽ നമുക്കറിയാം അവഗാഡ്രോ നമ്പർ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളോട് എപ്പോഴും 22.4 ലിറ്ററിൽ തന്നെയല്ലല്ലോ ചോദിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തന്ന വോളിയത്തിനെ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് എന്നുള്ളത്. അതിനെ വീണ്ടും അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ V/22.4 ഇൻറ്റു NA. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ N മോൾസ് ഓഫ് ദ സബ്സ്റ്റൻസ്, അത് ഈസിയാണ്. 1 മോളിലുള്ള അവഗാഡ്രോ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ N മോളിൽ എത്രയാണ്? N ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അപ്പോൾ ഈ റിലേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇനി ഒരു പ്രോബ്ലം ചെയ്യാണ്. ഇവിടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 1 ആറ്റം ഓഫ് കാൽസ്യം എത്രയാണ് മാസ് എന്നാണ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 1 ആറ്റം ഓഫ് കാൽസ്യം. വി നോ ദാറ്റ് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മാസ് 40 ഗ്രാമാണ്. എന്നാൽ കുറച്ച് എണ്ണത്തിൻ്റെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ 40 ഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ എത്രയാണ്? 40/6.02 ഇൻറ്റു 10⁻23. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? 40 അവഗാഡ്രോ നമ്പർ 6.02 ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 6.6. ഇനി 1/23 അല്ലേ, ആ 1/10⁻23 മുകളിൽ പോകുമ്പോൾ എന്താവും? 10⁻⁻23 എന്നാവും. അത്രയും ഗ്രാം എന്നാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ മാസ് ഓഫ് 1 മോളിക്യൂൾ ഓഫ് സൾഫർ ഡൈ ഓക്സൈഡ്? അപ്പോൾ സൾഫർ ഡൈ ഓക്സൈഡിൽ സൾഫർ 32, ഓക്സിജൻ 16 അല്ലേ. ഒരു സൾഫർ ഉണ്ട്, അപ്പോൾ 32 പ്ലസ് 2 ഓക്സിജൻ, 16 × 2 32. അപ്പോൾ 32 + 32 64 എന്നാണ് നമുക്ക് കിട്ടുക. ഒരു മോളിൻ്റെ മാസാണ് 64. അപ്പോൾ നമുക്കറിയാം അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഒരു മോളിൽ ഉണ്ടാവുക അല്ലേ. സോ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് വിൽ ഹാവ് ദ മാസ് 64 ഗ്രാം. സോ വാട്ട് വിൽ ബി ദ മാസ് ഓഫ് 1 മോളിക്യൂൾ? ഇറ്റ് വിൽ ബി 64 ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 64/6.022 എന്ന് ചെയ്യുക. എന്നിട്ട് 1/10⁻23. അപ്പോൾ 10⁻, ഇവിടെ ചെയ്തിരിക്കുന്ന 10 ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഡെസിമൽ വരുന്നതും കൂടി കറക്റ്റ് ചെയ്ത് എഴുതിയതുകൊണ്ടാണ് 10⁻⁻22 ഗ്രാം എന്ന് എഴുതിയിട്ടുള്ളത്. കാൽക്കുലേറ്റർ എടുത്തിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി കുറച്ച് ആറ്റംസിൻ്റെ മാസ് അവിടെ എഴുതി വെച്ചോളൂ. താഴെ എഴുതി വയ്ക്കുക. ഹൈഡ്രജൻ സൈഡിൽ എഴുതി വെച്ചോ. ഹൈഡ്രജന് 1 ഗ്രാം, ഓക്സിജൻ 16 ഗ്രാം, നൈട്രജൻ 14 ഗ്രാം, ക്ലോറിൻ 35.5, സൾഫർ 32. അങ്ങനെ എല്ലാത്തിൻ്റെയും എഴുതി വയ്ക്കാം. നമുക്കറിയണം മാക്സിമം നമ്പർ നമുക്കറിയണം അത്രയും എഴുതി വയ്ക്കാം. സൾഫർ 32, കാൽസ്യം 40, കാർബൺ 12, ഓക്കെ.